വ്രതശുദ്ധിയുടെ 21 ദിനരാത്രങ്ങൾക്ക് ശേഷം തക്ബീർ ധ്വനികളോടെ ആരംഭിച്ച ചെറിയ പെരുന്നാൾ സുദിനം. കയ്യിൽ മൈലാഞ്ചിച്ചോ പണിയാൻ ഫ്ളാറ്റുകളിൽ ഒത്തുകൂടിയ ബാലികമാരായിരുന്നു കുവൈത്തിലെ പെരുന്നാൾ തലേന്നത്തെ പ്രധാന ആകർഷണം. പാതിരയോളം ഉറക്കമിളച്ചാണ് കുരുന്നുകൾ പെരുന്നാൾ രാവിനെ സജീവമാക്കിയത്. പുലർച്ചെ 5 മണി മുതൽ പുതുവസ്ത്രങ്ങളുമണിഞ്ഞ് ഈദ് മുസല്ലയിലേക്ക്. മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 21 ഈദ്ഗാഹുകളാണ് ഇത്തവണ സംഘടിപ്പിക്കപ്പെട്ടത്. അബ്ബാസിയയിൽ കേരള ഇസ്ലാമിക് ഗ്രൂപ്പും ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും സംയുക്തമായി ഒരുക്കിയ ഈദ്ഗാഹിൽ ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര കൂടിയാലോചനാ സമിതി അംഗം അബ്ദുറഹ്മാൻ പെരിങ്ങാടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പി.കെ. ജമാൽ, അബ്ദുൾ റഷീദ് ഉഗ്രപുരം, മുഹമ്മദ് അരിപ്ര, സക്കീർ ഹുസൈൻ തുവൂർ, എസ്.എം. ബഷീർ, അനീസ് ഫാറൂഖി തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ സംയുക്ത ഈദ്ഗാഹുകൾക്ക് നേതൃത്വം നൽകി. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ 10 ഇടങ്ങളിലായി ഒരുക്കിയ പെരുന്നാൾ നമസ്കാരത്തിൽ പി.എൻ. അബ്ദുൽ ലത്തീഫ് മദനി, അബ്ദുസ്സലാം സുലാഹി, മുജീബ് റഹ്മാൻ സുലാഹി, സ്വാലിഹ് സുബൈർ, ഷമീർ അലി ഏഗരൂർ, സലാഹുദ്ദീൻ സുലാഹി തുടങ്ങിയവർ പെരുന്നാൾ ഖുതുബ നിർവഹിച്ചു. ഖുതുബകളിലെല്ലാം നിറഞ്ഞുനിന്നത് ഫലസ്തീൻ ജനതയോട് ഐക്യപ്പെടാനുള്ള ആഹ്വാനമായിരുന്നു. ഗസ നിവാസികൾക്ക് വേണ്ടിയുള്ള ഉള്ളുതുറന്ന പ്രാർത്ഥനകളാൽ കുവൈത്തിലെ ഈദ് മുസല്ലകൾ മുഖരിതമായി. പ്രാർത്ഥനയ്ക്കും പെരുന്നാൾ